ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെക് ഡോക്ടർ വ്ളോഗ്സ്. ഈ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് 350 ആണ്. അപ്പൊ ഈ വണ്ടിന്റെ പമ്പിങ് കറക്റ്റ് അല്ല, ഇത് ടാപ്പിന്റെ നോയ്സും കാര്യങ്ങളായിട്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളായി. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്നുള്ളതും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് ഹെഡിന്റെ കവർ വരുന്നത്. അപ്പോൾ ഹെഡിന്റെ കവർ റോക്കർ കവർ എന്ന് പറയും. അപ്പോൾ അതിന്റെ തൊട്ട താഴെ വരുന്നതാണ് ഹെഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ താഴെ വരുന്ന ബ്ലാക്ക് കളറിലാണ് സിലിണ്ടർ വരുന്നത്. പിന്നെ ഈ കാണുന്ന ആർച്ച് കവർ, അത് പിന്നെ ചെയിൻസ് പോക്കറ്റ് മാറ്റുമ്പോൾ ഊരുന്ന അതിനോട് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ ഈ സംഭവം എങ്ങനെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പ്രോപ്പറായിട്ട് മാറ്റാതെ വരുമ്പോൾ ഓയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കൂല. അപ്പം പമ്പ് കംപ്ലൈന്റ് ആയി പോവുകയും പിന്നെ ചിലപ്പം പമ്പിന്റെ ഓറിയും കാര്യങ്ങളും മാറ്റിയാൽ ലെവലാവുന്നതാണ്. ഈ വണ്ടി പമ്പിന്റെ ഓറിങ് മാറ്റിയിട്ടും ലെവലാവൂല എന്ന് കണ്ടതുകൊണ്ടാണ് BS4 ഇട്ടത്. വണ്ടിയാണെങ്കിൽ BS3 ആണ്, BS4 പമ്പാണ് ഇട്ടുകൊടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹെഡിന്ന് പ്രോപ്പറായിട്ട് പമ്പിങ് നടന്നില്ല. അതുപോലെ തന്നെ റോക്രാം ഊരേണ്ട അവസ്ഥയും അത് തേയ്മാനം വന്നിട്ട് മാറ്റേണ്ട അവസ്ഥയും വന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓയിൽ പ്രോപ്പറായിട്ട് മാറ്റാൻ നോക്കുക. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ടാപ്പിന്റെ നോയ്സ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പമ്പ് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് BS4 പമ്പാണ്. 795 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ പമ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ BS4 വണ്ടികളാണെങ്കിൽ ഈ കാണുന്ന 2 ഓറിങ് ഉണ്ട്. ആ ഓറിങ് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്സ് അധികം സോൾവ് ആവുന്നതാണ്, പമ്പിങ് കാര്യങ്ങളും ലെവലാവുന്നതാണ്. പക്ഷേ ഈ വണ്ടി BS3 ആയതുകൊണ്ട് തന്നെ BS4 പമ്പാക്കുകയാണ്. ഒന്നുകൂടെ കമ്പനി മാറ്റം വരുത്തി ഇറക്കിയതാണ് BS4 പമ്പിൽ. അപ്പോൾ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് സൗണ്ട് നോയ്സ് ഒന്ന് കുറയ്ക്കാനും കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ ചെറിയൊരു നോയ്സ് എന്തായാലും വരുന്നതാണ്. കമ്പനിയിൽ ഇറക്കുമ്പോഴുള്ള നോയ്സ് ഉണ്ട്. മാക്സിമം അത് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കിയപ്പോൾ ടാപ്പറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ റോക്രാം പറയുന്ന ഈ സാധനം കണ്ടില്ലേ, ഇതാണ് റോക്രാം. റോക്രാമിന് ഡാമേജ് ഉണ്ട്. അപ്പോൾ അതിന് ചെറിയ തേയ്മാനം സംഭവിച്ചുകൊണ്ട് റോക്രാം മാറ്റേണ്ടി വന്നു. അത് റേറ്റ് വരുന്ന 1800 ചില്ലാ റുപ്യ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പമ്പിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കില്ല. അതായത് ഫിറ്റ് ചെയ്ത് ഫുള്ള് നോക്കി ഓയിൽ പമ്പും കാര്യങ്ങളും മാറ്റി ഫുള്ള് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പമ്പിങ് നടക്കില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഹെഡ് ഉണ്ടോ, അപ്പോൾ ഹെഡിന്റെ അവിടെ ഈ പഴയ ഓയിൽ കട്ടിയുള്ള ഓയിൽ ബ്ലോക്കായിട്ട് പമ്പിങ്ങും പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ ആ ക്ലീനൊക്കെ ചെയ്ത് ഹെഡും കാര്യങ്ങളും ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഈ ഓയിൽ ഒന്ന് അടിച്ച് പമ്പിങ് ലെവലല്ലേ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ എയറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആ ഹോളിൽ കൂടെ പമ്പിങ് കറക്റ്റാക്കി ലെവലാക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഉണ്ടല്ലേ ഈ കാണുന്ന ഓയിൽ ഇപ്പം പമ്പിങ് കറക്റ്റാണ്, പ്രോപ്പറായിട്ട് പമ്പിങ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹെഡും കാര്യങ്ങളും ക്ലീൻ